റാണി ഐത്തലയാണ്. 15 വർഷത്തോളം ഞാൻ ഗൾഫിലൊക്കെ വീട്ടിലെ ജോലിയായിരുന്നു. അതിനുശേഷം നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ബിസിനസ് അവസരത്തിലേക്ക് കടന്നു വരാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലായിരുന്നു. ഒന്നാമത്തെ കാര്യം, എന്റെ മക്കളൊന്നും ഇതിനൊന്നും അനുവദിക്കത്തില്ല. മമ്മിക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ ഞങ്ങൾ തരും, മമ്മി ഒരു കാര്യത്തിനും പോണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തില് സ്കറിയ സാർ എന്നോട് ഈ അവസരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് തീർത്ത് പറഞ്ഞു. പല പ്രാവശ്യം ഈ കാര്യം പറഞ്ഞപ്പോൾ ശല്യം സഹിക്കാൻ വയ്യാതെ ഞാനെന്നാ ശരി, ഓക്കെ, പത്തനംതിട്ട മീറ്റിങ്ങിന് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു ദിവസം പത്തനംതിട്ട മീറ്റിങ്ങിന് പോയി. അവിടെ ചെന്ന് ഞാൻ മീറ്റിംഗ് കേട്ടു. നമ്മുടെ അനീഷ് സാറായിരുന്നു. ആ മീറ്റിംഗ് എല്ലാം കേട്ട് എല്ലാവരുടെ അനുഭവങ്ങളും ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കുന്ന ഗുണങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്കൊരു താല്പര്യമായി. അപ്പൊ തന്നെ എന്റെ കയ്യില് പൈസ ഉണ്ടായിരുന്നു. ഞാൻ റോയ് സാറിന്റെ 5000 രൂപ എടുത്തു കൊടുത്തു. റോയ് സാറിന് എനിക്ക് എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം, എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാർ തന്നെ എഴുതിക്കൂ വാങ്ങീര് എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എന്തൊക്കെയോ പ്രൊഡക്റ്റുകളൊക്കെ അന്ന് കുറച്ച് എഴുതി. അത് സാധനം വാങ്ങിച്ച് എനിക്ക് പിന്നെ കൊറിയർ അല്ല, നമ്മുടെ എരുമയിലുള്ള സുഷമ മാഡത്തിന്റെയിലാണ് അത് കൊടുത്തു വിട്ട്. അദ്ദേഹം എന്റെ റാന്നി കൊണ്ടുതന്ന് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പാത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. എന്റെ മകൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവള് കണ്ടു കഴിയുമ്പോ വിളിച്ചു പറയും, അപ്പായി മാച്ചി എന്തൊക്കെയോ പരിപാടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അത് പേടിച്ചിട്ട് ഞാൻ അതില് അടുത്തുള്ള ഒരു വീട്ടിലാണ് ഞാൻ കൊണ്ട് ഇത് പാത്ത് വെച്ചിരുന്നത്. അങ്ങനെ വെച്ചിരുന്ന 1.5 ആഴ്ച 2 ആഴ്ചയോളം അവിടെ ഇരുന്നതിന് ശേഷം എന്റെ വീട്ടില് പല്ല് തേക്കുന്ന പേസ്റ്റ് തീർന്നപ്പോഴ് ഞാൻ വിചാരിച്ചു, പേസ്റ്റ് ഉണ്ടല്ലോ, അത് എടുത്തോണ്ട് വന്ന് പല്ല് തേക്കാം. കാരണം അത് നമ്മള് തുപ്പിക്കളയുന്ന സാധനമാണല്ലോ, ഉള്ളിലോട്ട് പോകുന്നില്ലല്ലോ എന്ന് കരുതി ഞാൻ അത് എടുത്തോണ്ടൊന്ന് പല്ല് തേച്ചു. അപ്പൊ അങ്ങനെ ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴ് എന്റെ വായിക്കകത്ത് നേരത്തെ 2 കവളും ഇങ്ങനെ പൊട്ടിയിട്ട് കറുത്ത കളറ് പാടായിട്ട് കിടക്കുമായിരുന്നു. അപ്പൊ കുറെ കാലങ്ങളായി, 2 വർഷത്തോളം ഒക്കെ അങ്ങനെ ആയി വായിക്കകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാനത് അത്ര കാര്യമാക്കിയില്ലെന്നല്ല, ഞാൻ ഹോസ്പിറ്റലൊക്കെ പോകാനുള്ള മടി കാരണം മറ്റെന്തെങ്കിലും രോഗമായിരിക്കും ആശുപത്രി ചെന്നവര് നോക്കി കഴിയുമ്പോ. അപ്പൊ പിന്നെ നമ്മള് ഉള്ള ജീവനോടെ പോകും. അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം പരമാവധി കുറയ്ക്കുന്നയാളാ. അപ്പൊ അങ്ങനെ ഞാന് ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഈ വായിക്കാത്ത ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോ ആ കറുത്ത പാട് ഏകദേശം ഒരു 75% അത് മാറി. അപ്പൊ എനിക്ക് തോന്നി ഇത് ഒരുവിധം കൊള്ളാവല്ലോ, നല്ല പ്രൊഡക്റ്റ് ആണല്ലോ. അങ്ങനെ ഞാന് അത് വീണ്ടും പിന്നെ മറ്റു പ്രൊഡക്റ്റുകളൊക്കെ ചേർത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് നടക്കുമ്പോ നല്ല കിതപ്പുണ്ടായിരുന്നു. കാരണം നിരപ്പിന് പോലും എനിക്ക് നടക്കാൻ പറ്റൂല. നടന്ന് ഇച്ചിരി നടക്കുമ്പോഴത്തേക്ക് നല്ല കിതപ്പ്. പിന്നെ സ്റ്റെപ്പ് കയറുവോ ഇച്ചിരി കയറ്റത്തൂടെ നടക്കാൻ ഒന്നും പറ്റത്തില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ഈ കവചപ്രാശവും നമ്മുടെ വെൽഹാർട്ടും ഒക്കെ കഴിച്ചു. അതിനുശേഷം എനിക്ക് സ്റ്റെപ്പ് കയറുന്നതിനെ വെച്ച് സ്റ്റെപ്പൊക്കെ ഞാൻ ചാടി കയറുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ആ കിതപ്പെന്ന് പറയുന്നതേ ഇല്ലായിരുന്നു. അത് പരിച്ഛേദം അത് മാറിക്കിട്ടി. പിന്നെ എനിക്ക് നല്ല നടുവേദനയായിരുന്നു. അപ്പൊ നടുവേദന അങ്ങനെ എനിക്ക് വരാറില്ല, നടുവേദന ഇല്ല. പക്ഷെ ഒരു പ്രാവശ്യം എനിക്ക് നടുവേദന വന്നിട്ട് തിരിയാനോ പിരിയാനോ ഒന്നും മേലാതെ ഞാന് ഒരേ കിടപ്പായി പോയി. അപ്പൊ എന്റെ കൊച്ചുമോളോട് ഞാൻ പറഞ്ഞു, മോളോ എനിക്ക് പല ഓയിൽമെന്റുകളും മക്കൾ വെളിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ അതൊക്കെ ഇട്ട് തീരും. അപ്പൊ ഈ നമ്മുടെ പ്രൊഡക്റ്റ് കയ്യിലുണ്ട്, പക്ഷെ ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. മറ്റേതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ടൊന്നും എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴേ ഞാനൊരു കരുതി, ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് അവളെയും കൊണ്ട് ഇതെല്ലാം തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോട്ട് വാട്ടർ ബാഗിനകത്ത് വെള്ളം ചൂടാക്കി ഇങ്ങനെ ഒന്ന് ചൂട് പിടിച്ചു. അങ്ങനെ ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് ആ വേദനയ്ക്ക് ഒരുപാട് ആശ്വാസമായി. പിന്നെയും അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് ഒരു കുഴപ്പമില്ല. അതോടെ ആ നടുവേദന പിന്നെ എനിക്ക് ഇതുവരെ ആ നടുവേദന ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ എന്റെ സിസ്റ്റർ പ്രാവശ്യം വീട്ടിൽ നമുക്ക് എന്നും തലവേദന, ഈ കൊടിഞ്ഞി മൈഗ്രെയിൻ അങ്ങനെ എന്തോ ഒരു ഇതാണ്. അപ്പൊ അങ്ങനെ തലവേദനയായിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഒട്ടും തീരെ വയ്യ, എനിക്ക് നല്ല തലവേദനയാണ്. അപ്പൊ ഞാൻ നമ്മുടെ ചാമ്പിത്തേലും എടുത്ത് അവിടെ തലയിൽ വെച്ച് കൊടുത്ത് ഞാൻ പറഞ്ഞു, നീ കിടന്ന് ഉറങ്ങാൻ നോക്കെന്ന് പറഞ്ഞപ്പോ അവളത് വെച്ച് തലയെ ഞാൻ പുരട്ടി കൊടുത്തു കഴിഞ്ഞ് അവള് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് പറയുക, അമ്മ എനിക്കിപ്പോ ഒത്തിരി ആശ്വാസം ഉണ്ട്, എന്തോ നല്ലൊരിതാണല്ലോ
എനിക്കത് തരാമോ? അപ്പൊ എന്റെ കയ്യിൽ ഒരു കുപ്പിയെ ഉള്ളായിരുന്നു, ഞാൻ പൊട്ടിച്ച് ഉപയോഗിച്ചോണ്ടിരുന്നു. അപ്പൊ അതിന്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുത്തു. നീ കൊണ്ടുപോയി ഇത് തരട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു വിട്ടു. അവള് അത് തീർന്നു കഴിഞ്ഞപ്പോ വീണ്ടും എന്നോട് വേണമെന്നും ആവശ്യപ്പെട്ട് പിന്നീട് അത് അവള് വീണ്ടും വാങ്ങിച്ചു. അപ്പൊ ഉണക്കന്നെ അവിടെ മകന് മംഗലാപുരത്ത് പഠിക്കുകയായിരുന്നു. പഠിത്തം എല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേക്കിന് ആള് ശോഷിച്ച് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഉണങ്ങി വല്ലാതെയായി. ഒരു ഭക്ഷണവും കഴിക്കത്തില്ല, വിശപ്പില്ല, ഒന്നുമില്ല. അപ്പൊ അവൾക്ക് അങ്ങ് സങ്കടം. ഞാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ചെയ്യാൻ കവചപ്രാശം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ കവചപ്രാശം വാങ്ങിക്കൊടുത്തു. അവനത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല വിശപ്പായി, ശരീരം നല്ലതായിട്ട് വണ്ണം വെച്ച് നല്ല ആരോഗ്യമായി, ഒരു കുഴപ്പവും ഇല്ലാതെ കൊണ്ട് പിന്നെ അവൻ നല്ലതായിട്ട് വണ്ണം വെച്ചു. കാരണം ഭക്ഷണമൊക്കെ നന്നായിട്ട് പിന്നെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ മറ്റ് സിസ്റ്റേഴ്സിനൊക്കെ ആണെങ്കിലും ഈ ചാമ്പിത്തൈലം, അവർക്ക് ഈ കാലിന് വേദനയ്ക്കൊക്കെയാണ് ചാമ്പിത്തൈലം ഞാൻ കൊടുത്ത് അവർക്ക് നല്ല നല്ല റിസൾട്ട് ആണ് കിട്ടിയത്. പിന്നെ എന്റെ ഒരു ബ്രദർ കുവൈറ്റില്, അപ്പൊ അവന് ഈ കാലിന് ഭയങ്കര വേദനയും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവന് കാലിലൊക്കെ നീരൊക്കെ ആയിട്ട്. അപ്പൊ അവൻ വന്ന് നാട്ടിൽ വന്നിട്ട് പോകുന്നതിന്റെ 2 ദിവസം മുമ്പ് ഞാൻ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു എങ്കിലും ഭയങ്കര വേദനയൊക്കെയാണ്, എന്താ ചെയ്യണം? ഞാൻ പറയണ എന്റെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഈ ചാമ്പിത്തൈലും നോവേദന ജെല്ലും. ഞാൻ ടാബ്ലറ്റ് ഒന്നും കൊടുത്തില്ല, നോവേദന ജെല്ല്. ഞാൻ പറഞ്ഞു നീ അത് ഉപയോഗിക്കെന്ന് പറഞ്ഞ് ഞാനത് കൊടുത്തു. അത് കൊടുത്ത് അവനങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞ് ഉപയോഗിച്ചു. എന്നിട്ട് അവൻ പറയാ തലയിൽ വെച്ച് കഴിഞ്ഞ് അലാറം വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണല്ലോ, അലാറം വെച്ചിട്ട് അലാറം കേട്ടില്ല, ഉറങ്ങിപ്പോയി. അത്ര നന്നായിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കാലിന്റെ വേദനയ്ക്കൊക്കെ ഒത്തിരി മാറ്റമുണ്ട്, കുറവുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ അവന്റെ കൂട്ടുകാരൻ ഒരു തമിഴ്നാടുകാരനാണ്. അവനിങ്ങനെ കാലും മുട്ടിന് ഭയങ്കര വേദനയായിട്ട് വലിഞ്ഞാ നടക്കുന്നത്, ഒട്ടും വയ്യ, ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇവൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തൊന്ന് പുരട്ടി നോക്കിയെന്ന് പറഞ്ഞ് അങ്ങനെ അവൻ ഇത് ഈ നമ്മുടെ പിന്നെ തൈലവും നോവേദന ജെല്ലും കൂടെ കൊടുത്തു. അത് പുരട്ടി അവന് നല്ല ആശ്വാസമുണ്ട്. പിറ്റേ ദിവസം അവൻ വിളിച്ചു പറഞ്ഞു എവിടുന്നാ ഇത് വാങ്ങിക്കുന്നത്, ഏത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നാ, എനിക്കൊന്ന് വാങ്ങിച്ചു തരാം. അപ്പൊ അവൻ എന്നെ വിളിച്ചു വെച്ചു എവിടെ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും? ഞാൻ പറഞ്ഞു മെഡിക്കൽ സ്റ്റോറിൽ കിട്ടൂല, അതെനിക്ക് ആവശ്യമുണ്ടെ പറഞ്ഞ അവധി ഞാൻ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ ഞാനത് വാങ്ങിച്ച് ഞാൻ കൊടുത്തു വിട്ടു. അതുപോലെ തന്നെ മകള് UK വന്നപ്പം അവരുടെ വീടിന്റെ ഏതാണ്ടൊക്കെ പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സ്റ്റെപ്പ് മേമ്പോട്ട് കയറി ഇറങ്ങുകയൊക്കെ ചെയ്ത് അവക്കല്ല അവന് മരുമകന് ഭയങ്കര നടുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ എതിർക്കിയത്. അപ്പൊ എന്നോട് പറഞ്ഞു മമ്മി എനിക്ക് നല്ല നടുവേദനയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യം, ഈ തൈലം ഉണ്ട്, ഇത് പുരട്ടെന്ന് പറഞ്ഞ് ഒരു പുരട്ടി കൊടുത്ത് കിടന്നുറങ്ങി. നേരം വിളിച്ചപ്പോൾ പറഞ്ഞു എന്റെ മമ്മി എനിക്ക് നല്ല ആശ്വാസമുണ്ട്, നല്ല സുഖമുണ്ട്, അത് നല്ല സാധനമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ അവർക്ക് ഇത് കൊടുത്തു വിട്ടു. അതുകൊണ്ട് തന്നെ വൂണ്ട് കീലും പിന്നെ അത് അവര് പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണേലും മുറിവാണേലും ഒരു പൊള്ളലാണേലും അത് പുരട്ടി കഴിഞ്ഞാൽ ആ പൊള്ളലിന്റെ പാട് പോലും ഇല്ലാതെ മാറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മകൻ യൂറോപ്പിൽ നിന്ന് വന്നപ്പോഴും അവര് ഈ പേസ്റ്റും നോവേദന ജെല്ലും ചാമ്പിത്തൈലും എല്ലാം, ഇവരെല്ലാം നഴ്സുമാരായോണ്ട് ഈ ഓടി നടന്നുള്ള ജോലിയാണ്ട് എല്ലാത്തിനും നടുവേദനയാണ്. അപ്പൊ അതുകൊണ്ട് ഇവർക്കെല്ലാം ഇത് കൊടുത്തു വിട്ടു. അവർക്കെല്ലാം നല്ല ഉപകാരപ്പെട്ടു. അപ്പോൾ എന്റെ ഒരു നെയ്ബർ വീട്ടിൽ വന്നപ്പോ എന്നോട് പറഞ്ഞു എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ആണ്, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ യൂറിൻ ഫ്ലഷ് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു ബോട്ടിൽ കൊടുത്തു കഴിഞ്ഞ് അത് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ 2 ബോട്ടിലൂടെ വാങ്ങി കൊടുത്തു. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പറഞ്ഞ ഒരു പേസ്റ്റ് കൊണ്ടുപോയി ഉപയോഗിച്ച് നോക്കാൻ. അപ്പൊ എന്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രീൻ കളറായിരുന്നു. അപ്പൊ ഞാൻ അത് കൊടുത്തു. അത് കൊടുത്ത് അവള് പരട്ടി അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴും അവിടെ ഹസ്ബൻഡ് കോഴിക്കോട് നിന്ന് വന്നപ്പോ അവന് വായിക്കകത്ത് എല്ലാം നല്ല പല്ലിനൊക്കെ വേദനയും ഊനിന് വേദനയും പഴുപ്പും എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ പേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല മാറ്റം വന്നപ്പോ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആന്റിയോട് പറ എനിക്ക് പേസ്റ്റ് വാങ്ങിച്ചു തരാൻ പറ, ഞാന് പോകുമ്പോ കൊണ്ടുപോകാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് പിന്നെ ഞാൻ ഈ 95 കഴിച്ചോണ്ടിരുന്നപ്പോഴേ എനിക്ക് വയറ്റിന് നല്ല വേദനയായിരുന്നു. കാരണം എന്താന്ന് ചോദിച്ചാല് പിന്നെ വേദന സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായി. അപ്പൊ ഒട്ടും പറ്റാതെ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാം എന്ന് കരുതി ഞാൻ ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കുന്നതൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്ക് വയറ്റിൽ നല്ല വേദനയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവര് എനിക്ക് 3 ദിവസത്തേക്ക് ഗുളിക തന്നു വെച്ചിട്ട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വന്ന് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഈ മരുന്ന് ഗുളിക 3 ദിവസം കഴിച്ചിട്ട് ഒന്നും എനിക്ക് വേദനയ്ക്കൊന്നും കുറവില്ല. അപ്പോഴും ഞാൻ റോയ് സാറിനോട് വിളിച്ചു പറഞ്ഞു സാറേ ഇതുപോലെ
എനിക്കിങ്ങനെ ഭയങ്കര വേദന, ഈ 95 കഴിച്ചിട്ടാണോ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യ്, അത് ഒരാഴ്ചത്തേക്ക് നിർത്തി വെക്ക്, അതിനുശേഷം കഴിക്കാൻ പറഞ്ഞു. അപ്പോഴങ്ങനെ ഇരുന്ന് ഞാനത് നിർത്തി വെച്ചു. 1-2 ദിവസം നിർത്തി വെച്ച സമയത്താണ് ഈ വിവരം അറിഞ്ഞുകൊണ്ട് നൗഷാദ് സാർ എന്നെ വിളിച്ചു പറഞ്ഞു, മാഡം ഇത് കഴിച്ചിട്ട് വേദനയാണ്, വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെള്ളം കുടിയുടെ കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാ, കാരണം അത് ഏറ്റവും കുറച്ചേ ഞാൻ വെള്ളം കുടിക്കാറുള്ളൂ, അത് പറ്റത്തില്ല. 3 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം, ഇല്ലെന്ന് വരെയും ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തു, 3 ലിറ്റർ ആണോ 5 ആണോ കുടിച്ചെന്ന് അറിയത്തില്ല, അതുപോലെ ഞാൻ വെള്ളം കുടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം എനിക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, വയറ്റിലെ വേദനയില്ല, ഒന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് മസിൽ കയറ്റും, കാല് കോച്ചി പിടിക്കുന്ന ഇങ്ങനെയൊക്കെ പല പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. ഞാന് കവചപ്രാശ, ന്യൂട്രിലൈഫ് ഒക്കെ കഴിച്ച് അതിൽ നിന്നൊക്കെ എനിക്ക് മാറ്റം വന്നു. ഒന്നാമത്തെ കാര്യം എനിക്ക് കൊറോണ വന്നതാണ്. കാരണം ഞാന് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത വീട്ടിലാണ്, അന്ന് ഇറ്റലിക്കാരാണല്ലോ ആദ്യം കൊറോണ കൊണ്ടുവന്നത്. അവര് എന്റെ തൊട്ട അടുത്ത വീട്ടുകാരാണ്, നെയ്ബറായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ എല്ലാവർക്കും കൊറോണയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ എനിക്കും അതേ കൂട്ടത്തില് കൊറോണ വന്നു. അപ്പൊ എനിക്ക് ഒത്തിരി റെസ്റ്റ് ഒന്നും, വീട്ടിൽ ആളുകളില്ലാത്തതുകൊണ്ട് റെസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അന്നേരം അങ്ങനെ ഇരിക്കുമ്പോഴ് പിന്നെ ഞാൻ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിച്ചാണ് എനിക്ക് ഒത്തിരി മാറ്റം വന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ലിവാഗെയിനും ബ്ലഡ് പ്യൂരിഫയറും ഫീലിംഗ് അയണും ഇമ്മ്യൂണറി പ്ലസ് ഇതെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അന്ന്. അത് കഴിഞ്ഞ് താരന്, ഒരാൾക്ക് തലയിൽ അങ്ങ് താരന് ചെയ്യുന്ന ഉടനെ ചാരം പറക്കുന്ന രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ഷാമ്പു ഞാൻ വാങ്ങിക്കൊടുത്തു. അവരുടെ തലേന്ന് ആ താരം കംപ്ലീറ്റ് മാറിയെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ചുമയുള്ള ഒരു ആള്, പിന്നെ എന്തെല്ലാം മരുന്നുകൾ കഴിച്ചിട്ടും ആയുർവേദവും അലോപ്പതിയും ഹോമിയോയും എല്ലാം നോക്കിയിട്ടും ഒരു രക്ഷയില്ല. അങ്ങനെ ഇപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ ഈ കമ്പനിയിൽ കൊടുത്തു കഴിഞ്ഞപ്പോ പറയുമ്പോ അത് നല്ല സൂപ്പർ സാധനമാണ്, അത് നമുക്ക് പിന്നെ എനിക്ക് ഒരുപാട് മാറ്റം വന്നു, കുറവുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. അത് തന്നെ എനിക്കൊരു സന്തോഷം, കാരണം പുള്ളിക്കാരൻ അതുപോലെ ചുമച്ച് നടക്കുമായിരുന്നു. അതിനുശേഷം എനിക്ക് പുറത്ത് നല്ല നീരും വേദനയും, പുറത്ത് നമ്മുടെ കഴുത്തിന് താഴെയായിട്ട് പുറത്തായിട്ട് ഭയങ്കര നീരും വേദനയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത്ര വേദനയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴും എല്ലാരും പറഞ്ഞൊരു കാര്യം ചെയ്യും, മുരിങ്ങയൊക്കെ വാങ്ങിച്ചു കഴിക്കാൻ പറഞ്ഞു. ഞാൻ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒത്തിരിയും പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെ എന്റെ ആ പുറത്തെ വേദനയ്ക്കും നീരിനും ഒക്കെ ഒരുപാട് മാറ്റം വന്നു. നീരൊക്കെ ഒത്തിരി കുറഞ്ഞു. മറ്റേ എനിക്ക് ഇന്നിടുന്ന ഡ്രസ്സ് നാളെ അത് ഇടാൻ പറ്റൂല, അത്രയ്ക്ക് എനിക്ക് നീര് വന്നിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അതിപ്പം എനിക്ക് ആ വേദന നീരൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ എന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു. മുട്ടിന് വേദനയായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 2 മുട്ടും സ്റ്റെപ്പ് കയറാനോ ഇറങ്ങാനോ ഇച്ചിരി നേരം നിന്നിട്ട് ഇരിക്കാൻ പറ്റൂല. അപ്പൊ കിച്ചണിലൊക്കെ നിൽക്കാതെ പറ്റൂലല്ലോ. ഇച്ചിരി നേരം നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാലിലൊരു ഇതാകുമ്പോഴത്തേക്കിന് ചെയറിലിരിക്കാൻ നേരിച്ചോട്ടിരിക്കുമ്പോഴത്തേക്കിന് ഭയങ്കര ബുദ്ധിമുട്ടാകും കാല് മടക്കാൻ. അതുകൊണ്ട് അങ്ങനെ ഇച്ചിരി ഇരുന്ന് കഴിഞ്ഞിട്ട് നൂരാനും പാടാണ്. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, വേദനയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേ നമ്മുടെ ചാമ്പിത്തൈലും പിന്നെ നോവേദന ജെല്ലും പെരട്ടുകയും അതുപോലെ തന്നെ നോവേദന ക്യാപ്സൂള് കഴിച്ചു. അതിന്റെ കൂടെ നാറ്റിയം ഇതെല്ലാം കഴിച്ചുകൊണ്ട് ഇപ്പൊ എനിക്ക് ആ വേദനയ്ക്കൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അപ്പൊ നേരത്തെ ഒക്കെ ഓരോരുത്തർ പറയുന്നത് അത് വേദന മാറി എന്ന് പറയുമ്പോഴും ഞാൻ ഈ ആദ്യമൊക്കെ 1-1.5 ഒക്കെ കഴിച്ചപ്പോ ഒന്നും എനിക്ക് വലിയ മാറ്റമില്ലായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു ആൾക്കാരൊക്കെ ചുമ്മാ പറയുമായിരിക്കും, ഈ വേദനയൊന്നും മാറുകയില്ല. എനിക്കിപ്പം മുട്ടിന്റെ വേദന ഒരുപാട് മാറിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഒത്തിരി റിസൾട്ടാണ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തവർക്കാണേലും ഒക്കെ നല്ല റിസൾട്ട് കിട്ടി. പിന്നെ ഇതില് മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു. ഞാനിപ്പോ കൂടെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂട്രി ലൈഫ് 95, പിന്നെ മാൻശക്തിമാന്, പ്രോട്ടീൻ പൗഡർ, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ മേൽക്കാട്ട് ഒത്തിരി ഞാൻ ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിൻ്റെതായ മാറ്റം എന്റെ ശരീരത്തിന് ഉണ്ട്, എനിക്കറിയാം. കാരണം ആരോഗ്യം ഉണ്ടല്ലോ, ഉണ്ട്, കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു. ഈ നമ്മുടെ ഈ ഇതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് എല്ലാം വേണം. അതുപോലെ തന്നെ എന്നെ ഇതിലേക്ക് വിളിച്ച സുമേഷ് സാറിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദിയും സ്നേഹവും